ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഡോഡാപേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഊട്ടിയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് സന്ദർശിക്കാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു അകലെയാണ് താമസിക്കുന്നത്. ഊട്ടിയിൽ നിന്ന് കുറച്ചൊരു 10-25 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള യാത്രയാണ്. അപ്പോൾ നല്ല ഫോഗുണ്ട്, കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയും ഫോഗും. അതുമാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കൂടി കണ്ടിട്ടാണ് ഈ ഫോഗ്. പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ രസമാണ് ഈ യാത്ര. ഈ മഞ്ഞ് നിറഞ്ഞിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ സൈഡ് സീനും അല്ല വെച്ചാൽ അപ്പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഈ ഫോഗിൽ മഞ്ഞിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സീൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി കഴിഞ്ഞേക്കണം. ഇനിയിപ്പോൾ ഡോഡാപേട്ട് എത്തുമ്പോഴത്തേനും ഈ ഫോഗൊക്കെ പോകുമെന്ന് തോന്നുന്നു. കാരണം വെച്ചെങ്കിൽ വെയിൽ തെറിക്കുന്നതിനനുസരിച്ചിട്ട് പൊതുവെ ഫോഗ് അപ്രത്യക്ഷമാവുക ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വ്യൂ പോയിൻ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഡോഡാപേട്ട് കൂടിയും കണ്ടതിൻ്റെ ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇന്ന് ഡോഡാപേട്ട് കാണാം. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം അത്ര വലിയൊരു ഫോഗ് ഒന്നും ഉണ്ടാകുന്നില്ല, കാരണം നല്ല കാലാവസ്ഥയായിരുന്നു, വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല ഊട്ടിയിൽ. പക്ഷേ ഇന്ന് കാലാവസ്ഥ ടോട്ടലി ചേഞ്ചായി എന്നുള്ളതാണ്. ഫുൾ ഫോഗാണ്, എവിടെ നോക്കിയാലും ഫോഗ്, അതും കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോഗാണുള്ളത്. അത്യാവശ്യം നല്ല തണവും ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വന്നിട്ടുള്ളത് ജനുവരിയിലാണ്, അതാണ് ഈ തണവ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ജനുവരി ഇന്ന് 9-ാം തീയതി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 3 മാസത്തിനാണ് വരേണ്ടത്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലാണ് ഊട്ടിയിലെ തണവ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ് തണുപ്പോൾ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും തണവൊക്കെ കുറച്ച് കുറയും. പക്ഷേ ഡിസംബർ, ജനുവരി ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഊട്ടിയിൽ വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഡോഡാ പീക്ക്. അപ്പോൾ ഞങ്ങൾ ഇതാ ഡോഡാ പീക്കിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര തിരക്കും ഭയങ്കര ഫോഗിയാണ് ഉണ്ട്. അത് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല, ആകെ മഞ്ഞ് നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ജനങ്ങളാണ് ചാതായി തിരക്കും. ഉണ്ട്, നല്ല തിരക്കുണ്ട്. അത് മാത്രമല്ല നല്ല ഫോഗി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായില്ല, കാരണം വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഇതൊരു വ്യൂ പോയിൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു കാര്യമില്ല. നല്ല അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ഡോഡാപേട്ടിൻ്റെ ഹൈറ്റ് ഏകദേശം 8652 അടി ഹൈറ്റിലാണ്. അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും ഹൈറ്റുള്ള ഒരു സ്ഥലമാണിത്, പ്രത്യേകിച്ച് ഊട്ടിയിൽ. ശരിക്കും പറഞ്ഞാൽ ഊട്ടി നിൽക്കുന്നത് 7350 അടി ഹൈറ്റിലാണ്. അതിനെക്കാട്ടും ഒരു 1300 അടി കൂടുതലാണ്. ഊട്ടിനെക്കാട്ടും ഒരു 1300 അടി ഹൈറ്റിലാണ് ഇപ്പോൾ ഈ ഡോഡാപേട്ട് എന്നുള്ള ഈ സ്ഥലം ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു വഴി കാണിക്കുന്നുണ്ട്, അതിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. നമുക്കും ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ വ്യൂ പോയിൻ്റാണെന്നാണ് പറയണത്. ഒന്ന് പോയി നോക്കാം. ഈ ഡോഡാപേട്ടിൽ സമയം കിട്ടാം, കാലത്ത് 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ സന്ദർശന ടൈം. അതുമാത്രമല്ല ഇങ്ങോട്ട് എത്തുമ്പോൾ കുറേ ടൈം പിടിച്ചിട്ടാണ്, കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. ട്രാഫിക് പറഞ്ഞാൽ അത്രയധികം വണ്ടികൾ കയറി വരുന്നതിൻ്റെ കയ്യിൽ വണ്ടിക്ക് ആകെ ഹീറ്റായി. കാരണം വെച്ചാൽ അത്ര കുത്തനുള്ള കയറ്റം എന്ന് മാത്രമല്ല, അതിങ്ങനെ അരിച്ചരിച്ചല്ലേ പോണു. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് വരേണ്ടതിന് അത്രയും തിരക്കുണ്ട് ഇന്ന് ഈ ഒരു ദിവസം. നോക്കിയാൽ എന്താ ജനങ്ങളുടെ തിരക്ക് നോക്കിയാൽ ഇവിടെ. പ്രത്യേകിച്ച് ഇന്നൊരു ഓഫ് ഡേ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഊട്ടിയിലൊക്കെ വരുമ്പോൾ ഓഫ് ഡേയ്സിൽ വരാതിരിക്കാൻ നല്ലത്, കാരണം ആകെ ഈ ട്രാഫിക് ബ്ലോക്കിൽ എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അത്രയും തിരക്കാണ് ഈ ഓഫ് ഡേയ്സിൽ ഊട്ടിയിലേക്ക് വരുമ്പോൾ. തമിഴ്നാട്ടിലെ 2 ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഒന്ന് ഊട്ടിയും ഒന്ന് കൊടൈക്കനാലുമാണ്. പക്ഷേ അതിൽ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം ഊട്ടിയാണ്. ഊട്ടി ഏകദേശം 2400 മീറ്റർ ഹൈറ്റ് ഉണ്ട്. കൊടൈക്കനാൽ ഏകദേശം 2135 മീറ്റർ ഹൈറ്റേ വരുന്നുള്ളൂ. ഈ ഭാഗത്തൊന്നും വലിയൊരു തിരക്ക് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ഫോഗ് ഉണ്ട് ഇവിടെ. എന്തായാലും ഒന്നുകൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ഒരു പാറക്കെട്ടാണ്. കുറച്ച് ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, ആകെ മഞ്ഞ് നിറഞ്ഞ കാരണം. പിന്നെ അതൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. പക്ഷേ ഒരു വ്യൂ ഇപ്പോൾ കിട്ടില്ല, കാരണം വെച്ചെങ്കിൽ ആകെ മഞ്ഞായ കാരണം. കണ്ട ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊട്ടിയുടെ നല്ലൊരു സൈറ്റ് കാണുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണിത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താ സ്ഥലം നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഉണ്ടാകണ്ട. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, അത് ഫോഗ് നിറഞ്ഞ കാരണം തന്നെയാണ്. ഒരു രക്ഷയില്ല ഇന്നത്തെ ദിവസം. ഇങ്ങനെ ഊട്ടിയിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ ഈ ഫോഗിൽ വേറൊരു അന്തരീക്ഷമാണ് കേട്ടോ, നമുക്ക് വേറൊരു അനുഭവം തന്നെയാണ് ഈ ഫോഗിൽ ഇങ്ങനെ വരിക, അവിടെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്കിങ്ങനെയുള്ള വ്യൂ പോയിൻ്റ് കാണുന്നത് നഷ്ടപ്പെടുന്നുള്ളത് വേറൊരു വശം. അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയിലെ ഡോഡാപേട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ
ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമ്മളൊരു വ്യൂ കാണുക വെച്ചെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാലും നല്ലൊരു വ്യൂ കിട്ടും. പക്ഷേ ഇപ്പം ഇന്ന് ഇതിൻ്റെ മുകളിൽ നിന്നിട്ടും കാര്യമില്ല. കണ്ട മഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടും ഒരു കാര്യമില്ല. പിന്നെ ഇതിനൊരു ചെറിയൊരു ഫീസൊക്കെ ഉണ്ട്. എന്താ 20 റുപ്യ 10 റുപ്യ 20 റുപ്യക്കേ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടും വേണമെച്ചാൽ കാണാം. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ വന്നത് കാലാവസ്ഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷേ ഈ കാലാവസ്ഥയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.